അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലിനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കേസസ് വരുന്നുണ്ട്. 2 റിയൽ റൂട്ട് വരുന്നത്, പിന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുന്നത്, ദെൻ ഡബിൾ റൂട്ട് വരുന്ന കേസ്. അപ്പോൾ നമ്മൾ 2 റിയൽ റൂട്ട് വരുന്ന കേസ് നമ്മൾ ചെയ്തു, കുറച്ച് പ്രോബ്ലംസ് അതിലത്തെ ജനറൽ സൊല്യൂഷൻ കാണുന്നതും പിന്നെ IVP കാണുന്നതും ചെയ്തു. ഇനി ഈ ഒരു വീഡിയോനകത്ത് കവർ ചെയ്യുന്നത് കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസാണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ്. സോ അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് റൂട്ട്സ് വരുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ള ഫോമിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിലറി ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആക്കി എഴുതണം. ആ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് വരുന്നത് എന്തായിരിക്കും, കോംപ്ലക്സ് കോൺജുഗേറ്റ്, അതായത് കോംപ്ലക്സ് റൂട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് പേയേഴ്സ് ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് നമ്മുടെ റിയൽ പാർട്ട് ആൽഫ8ഉം ഇമാജിനറി പാർട്ടിൽ ബീറ്റ8 കൊടുക്കുക. then ഇക്വേഷൻ നമ്മുടെ ജനറൽ സൊല്യൂഷൻ വരുന്നത് നമ്മൾ ഡെറിവേഷൻ ഉണ്ടായിരുന്നത് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. then ജനറൽ സൊല്യൂഷൻ വരുന്നത് e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് എന്നാണ്. സോ അപ്പോൾ അതിൽ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രോബ്ലംസ് ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫയൽ സൈസ് ഒരുപാട് കൂടും. ജസ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്നത് ജസ്റ്റ് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് m സ്ക്വയർ മൈനസ് 2m പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ കാണാം. ജസ്റ്റ് ഇക്വേഷൻ എടുക്കുക, അതിനകത്ത് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. അതിൽ കോഎഫിഷ്യൻസ്, അതായത് a എന്ന് പറയുന്നത് 1, b എന്ന് പറയുന്നത് -2, c എന്ന് പറയുന്നത് 6, അതിനകത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. നമുക്ക് വരുന്നത് 1 പ്ലസ് റൂട്ട് 5y ദെൻ 1 മൈനസ് റൂട്ട് 5y ആണ്. സോ നമുക്ക് റൂട്ട് വരുന്നത് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5i ആണ്. സോ നമുക്കിതിൽ നമ്മുടെ ആൽഫ എന്ന് പറയുന്നതിൻ്റെ റിയൽ പാർട്ട് ആൽഫ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 5 ആണ്. സോ നമുക്ക് ജനറൽ സൊല്യൂഷൻ വരുന്നത് y ഈസ് ഈക്വൽ ടു e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ബീറ്റ എക്സ് പ്ലസ് ബി സൈൻ ബീറ്റ എക്സ് എന്നാണ്. ഇതിനകത്ത് ആൽഫയും ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e റൈസ് ടു എക്സ് ഇൻറ്റു എ കോസ് റൂട്ട് 5x പ്ലസ് ബി സൈൻ റൂട്ട് 5x എന്ന് വരും. ഇതാണ് എന്ത് ഇപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സോ അപ്പോൾ നമ്മൾ റിയൽ റൂട്ട് 2 റിയൽ റൂട്ട് വരുന്ന കേസ് നമ്മൾ ചെയ്തു. വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട് അതിനകത്ത്. അതിൽ ജനറൽ സൊല്യൂഷൻ IVP ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ ഇതിൽ കോംപ്ലക്സ് റൂട്ടിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് ബാക്കി പ്രോബ്ലംസ് ചെയ്യും. ദെൻ ഇനി വരുന്നൊരു കേസ് ഡബിൾ റൂട്ട് വരുന്ന കേസാണ്. സോ അപ്പോൾ ഡബിൾ റൂട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു 0. ഈ സെയിം സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതിനകത്ത് y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് m സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് വരുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് 0 ആയിരിക്കും. നമ്മളിവിടെ a എന്ന് പറയുന്നത് 1 ആണ്, b എന്ന് പറയുന്നത് -2 ആണ്, c എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ആകെ ഒറ്റ റൂട്ടേ വരുള്ളൂ, അത് 1 ആണ് വരുന്നത്. നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് 0 ആകുമ്പോൾ, അതായത് ആ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള 0 ആയി മാറുമ്പോൾ b/2 എന്നാണ്, അതായത് മൈനസ് b/2 എന്നുള്ളതാണ് എന്ത് ഈ ഒരു റൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും, e റൈസ് ടു mx ഇൻറ്റു c1 പ്ലസ് c2x എന്നാണ് വരുന്നത്. സോ ഇതിൽ എന്ത് ചെയ്യുക, ഈ എമ്മിന് ഈ ഒരു വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു e റൈസ് ടു x c1 പ്ലസ് c2x. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മളൊരു വേറൊരു വീഡിയോയിൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാം. ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ 2 കേസിലും IVP കാണുന്നതും കൂടി ഉണ്ട്.